അധ്യാത്മരാമായണം സുന്ദരകാന്ഡം ഹനുമാന്റെ പ്രത്യാഗമനം. അതിൽ വിപിനഭൂവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ എന്നതുവരെയാണ് കഴിഞ്ഞത്. അടുത്തത് വായിക്കാം. പുനരതഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ കനിവിനൊടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയേ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താപകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതര ചിഗുരമൊടശോകവനികയിൽ ശംശപാമൂലദേശേ വസിച്ചിടിനാൾ. വിപിനഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിന വായുപുത്രാദികൾ പുനരത ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാനാത്മജൻ കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താപകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതര ചിപുരമൊടശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ. ഹനുമാൻ തുടങ്ങിയ വാനരന്മാർ എല്ലാവരും കിഷ്കിന്ധയിലേക്ക് മടങ്ങിയെത്തി ശ്രീരാമനെ കണ്ട് നമസ്കരിച്ചു. ശ്രീരാമനെ നമസ്കരിച്ച കഥ കവത്. പിന്നെ പുനരഥ ശ്രീരാമനെ നമസ്കരിച്ചത് വിവരണമാണ് ഇതിനു മുമ്പത്തെ കുറച്ച് ഈരടികൾ നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പുനഃ അഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ച് പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ. പുനഃ പിന്നെ അഥ രണ്ടും അഥ പിന്നെ ഹരീശ്വരൻ തന്നെ. ഹരീശ്വരൻ, ഹരി എന്ന് പറഞ്ഞാൽ വാനരൻ്റെ പര്യായങ്ങളിലൊന്നാണ് ഹരി. അപ്പം ഹരീശ്വരൻ വാനരന്മാരുടെ രാജാവായിട്ടുള്ള സുഗ്രീവനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. സുഗ്രീവനെയും വന്ദിച്ച് പൂർണ്ണമോദം അത്യധികം സന്തോഷത്തോടുകൂടി പറഞ്ഞാൻ അഞ്ജനാത്മജൻ അഞ്ജനാനന്ദൻ ഹനുമാൻ പറഞ്ഞു. പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ച് പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ കനിവിനോടു കണ്ടേൻ അഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയേ സങ്കടമെന്നിയേ. കനിവിനോട് കണ്ടേൻ അഹം ഞാൻ കണ്ടേൻ, ഞാൻ കണ്ടു. ആരെ? ദേവിയെ, സീതാദേവിയെ കണ്ടു. തത്ര അവിടെ. കർപ്പൂരേന്ദ്രാലയെ, കർപ്പൂരൻ എന്നുള്ള വാക്കിന് രാക്ഷസൻ എന്നർത്ഥം. കർപ്പൂരേന്ദ്രാലയെ രാവണന്റെ നഗരിയായ ലങ്കയിൽ ഞാൻ ദേവിയെ കണ്ടു. കനിവിനോട് എന്നുള്ളതൊക്കെ ഒരു ഇതോട് കൂടിയിട്ട് ദയവോടുകൂടി എന്നുള്ള ഒരു കവിതയുടെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. അത്രയാണ്. കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയേ. സങ്കടമെന്നിയേ എന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ കണ്ട് എന്നുള്ള അർത്ഥത്തിൽ, വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഞാൻ അവിടെ വേണ്ടാത്ത ഇതിലൊന്നും ചെന്ന് ചാടാതെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അവിടെ ദേവിയെ കാണാൻ തരായി, എനിക്ക് കാണാൻ സാധിച്ചു എന്നർത്ഥം. കനിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താപകം കൂടെ സുമിത്രാതനയനും സാദരം. അപ്പം ദേവി നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് വളരെ ഉത്കണ്ഠയുണ്ട് ദേവിക്ക്. നിങ്ങളെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സങ്കടമുണ്ട്. നിങ്ങളുടെ കുശലം ചോദിച്ചു എന്ന് പറയാണ് ദേവി. നിങ്ങളുടെ കുശലം ചോദിച്ചു എന്നോട്. കുശലവുമുടൻ വിചാരിച്ചിതു താപകം. അങ്ങയുടെ കുശലത്തെ ദേവി എന്നോട് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു എന്ന അർത്ഥത്തിലാണ് വിചാരിക്കൽ. തമിഴിൽ ഇപ്പോഴും ഉണ്ട്, ഓർമ്മിക്കുക. വിചാരിക്കൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്ന് മാത്രമല്ല, വിചാരിക്കൽ. പഴയ ഭാഷയിൽ വിചാരിക്കൽ, തമിഴിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അന്വേഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ. വിചാരിച്ചിതു താപകം മനസ്സിലാക്കണം നമ്മൾ. വിചാരിക്കൽ, ആശംസിച്ചു, വിചാരിച്ചു, സുഖം തന്നെയല്ലേ എന്ന് അന്വേഷിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അത്
കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ. അതുപോലെ സുമിത്രാതനയനും ലക്ഷ്മണൻ സുഖം തന്നെയല്ലേ എന്ന് ദേവി ഇങ്ങോട്ട് ചോദിക്കലുണ്ടായി എന്ന് പറയാണ്. കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതനയനും സാദരം. കൂടെ ശിഥിലതര ചികുരമോട് അശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ. സീതയെക്കുറിച്ച് സീതയുടെ ഇരിപ്പ് എങ്ങനെയെന്ന് പറയുന്നു ഇവിടെ. ശിഥിലതര ചികുരമോട്, മുടിക്കെട്ടൊക്കെ അഴിഞ്ഞ് ശിഥിലമായ ചികുരം മുടിക്കെട്ട്, ശിഥിലതര ചികുരമോടെ മുടിക്കെട്ട് അഴിഞ്ഞ് അലങ്കാരമൊന്നുമില്ലാതെ എന്നർത്ഥത്തിൽ ശിഥിലതര ചികുരമോടെ അശോകവനികയിൽ ശിംശപാമൂലദേശി, ശിംശപ എന്നു പേരായ വൃക്ഷത്തിൻ്റെ താഴെയാണ് അവൾ ദേവി സ്ഥിതി ചെയ്തിരുന്നത്. ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ. പുനരതഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാനഞ്ജനാത്മജൻ. കരിവിനോടു കണ്ടേനഹം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയേ. കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതനയനും സാദരം. ശിഥിലതര ചികുരമുടശോകവനികയിൽ ശിംശപാമൂലദേശേ വസിച്ചിടിനാൾ. അനശനമുടതികൃശ ശരീരയായൻവഹമാശര നാരീ പരിവൃതയായി ശുച. അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തയോ സദാ രാമരാമേതി മന്ത്രവും. മുഹുരവി ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗി നിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരേ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം. അനശനമോടതികൃശ ശരീരയായൻവഹമാശരനാരീ പരിവൃതയായി ശുച. അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തയോ സദാ രാമരാമേതി മന്ത്രവും. മുഹുരവി ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗിമേകുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായ വൃക്ഷശാഖാന്തരേ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം. അനശനമോടെ അതികൃശ ശരീരനായി അൻവഹം ആശരനാരീ പരിവൃതയായി ശുച. പറയും. അനശനമോടെ അതികൃശ ശരീരയായി ശരീരയായി അൻവഹം ആശരനാരീ പരിവൃതയായി ശുച. അടൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്ത് അയ്യോ സദാ രാമ രാമ ഇതി. അങ്ങനെയാണ് പദശേഖര. മന്ത്രവും മുഹുഹു ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗി മേകുന്ന നേരത്തിന് ശരിയും. അനശനമോടെ, അനശനം ഭക്ഷണമില്ലായ്മ, അശനം ഭക്ഷിക്കല്, അനശനം ഉപവാസം. അനശനമോടെ ഭക്ഷണമൊന്നും കഴിക്കലില്ല. അനശനമോടെ അതികൃശ ശരീരയായി, ഇപ്പൊ ആകപ്പാടെ വെലിഞ്ഞ് വല്ലാണ്ട് ആയിരിക്കുന്നു, അതികൃശ ശരീരയായി തീർന്നിരിക്കുന്നു സീതാദേവി. അനശനമോടെ അതികൃശ ശരീരയായി അന്വഹം, എല്ലാ ദിവസവും സദാസമയം അർത്ഥത്തിൽ അന്വഹം, പ്രതിദിനം എല്ലാ ദിവസവും ആശരനാരീ പരിവൃതയായി. ആശരനാരി, ആശരന്മാർ രാക്ഷസന്മാർ, ആശരനാരി രാക്ഷസ സ്ത്രീകളാൽ പരിവൃതയായി അവരോടുകൂടെ അവൾ കാവലുണ്ട് എല്ലായ്പ്പോഴും. ആശരനാരീ പരിവൃതയായി ശുച എന്നുള്ള വാക്കിന് ശോകത്തോടുകൂടി, ശുഖ് ശുചവ് ശുച എന്നുള്ള സംസ്കൃത വാക്കിൻ്റെ തൃതീയ ഏകവചനമാണത്. ശുച, ശോകത്തോടുകൂടി. അങ്ങനെയാണ് സീതയുടെ ഇരിപ്പ്. അനശനമോടെ അതികൃശ ശരീരയായി അന്വഹം, അന്വഹം എല്ലായ്പ്പോഴും ആശരനാരീ പരിവൃതയായി, ആശര രാക്ഷസനാരികളാൽ പരിവൃതയായി ശുച ശോകം കൊണ്ട് അഴൽ പെരുകി. അഴൽ എന്നുള്ള വാക്കിന് ദുഃഖം എന്നർത്ഥം. അഴൽ എന്നുള്ള വാക്കിന് ദുഃഖം എന്നർത്ഥമുണ്ട്. അഗ്നി എന്നൊരർത്ഥമുണ്ട്. അഴൽ, അഗ്നി, അഴൽ എന്നൊരു തീ എന്നൊരർത്ഥമുണ്ട്. ഗുരുവായൂരമ്പലത്തിൽ അവിടെ ദേവിക്ക് അപ്പുറത്ത് എടത്തരികാത്ത് കാവില് ദേവി
രാത്രി ഒരു അഴൽ നിവേദ്യമുണ്ട് ദേവിക്ക്. തീയ് നിവേദിക്കൽ ഒരു പരിപാടിയുണ്ട് രാത്രി. ഒരു പ്രത്യേക രീതിയിൽ ഇതിൻ്റെ ഇതുണ്ട്. ഒരു വാഴത്തണ്ടിൻ്റെ അണയില്ലേ, അതെടുത്ത് അതിൽ തുണി കഷ്ണം നെയ്യിൽ മുക്കി കത്തിച്ച് അതിൽ ചുറ്റിയിട്ട് മുക്കി കാണിക്കും. അത് ലൂസായിട്ട് മുക്കി കുറച്ച് ഒരു വാല് ബാക്കി വയ്ക്കും. അത് നെയ്യിൽ മുക്കിയിട്ട് കത്തിച്ച് ദേവിക്ക് ഇങ്ങനെ അഴൽ നിവേദ്യം ചീട്ടാക്കാൻ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് വഴിപാട് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ അഴൽ നിവേദ്യം ഭഗവതിക്ക് അഴൽ. ദുഃഖം, ഇവിടെ ദുഃഖം നടത്താൻ അഴൽ പെരുകി, ദുഃഖം പെരുകി വർദ്ധിച്ച് മറുകി, വല്ലാതെ ഇതായിട്ടുള്ള മറുകൾ എന്നുള്ള വാക്കിന് കൃത്യമായിട്ട് അർത്ഥം എനിക്കറിയില്ല. ശരി, മറുകൾ അത് വേദനയ്ക്ക് അർത്ഥം പറഞ്ഞിരിക്കുന്നുണ്ട്. വേദനപ്പെടുക, മറുകുക, വേദനപ്പെടുക എന്നർത്ഥം എഴുതി കാണുന്നു. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പഴയ മലയാളത്തിലുണ്ടായിരിക്കണം. കണ്ണശ്ശരാമായണം ഇതുപോലത്തെ വളരെ പഴയ മലയാളത്തിലുള്ള ഒരു വാക്കായിരിക്കണത് മറുകൽ. തമിഴിലും ഞാൻ കണ്ടിട്ടില്ല. മറുകി, ഇത് കഷ്ടപ്പെട്ട് ദുഃഖി. ഇനി തെക്കൻ സൈഡിലുണ്ടായിരിക്കുമെന്ന് അറിയില്ല കേട്ടോ. തിരുവിതാംകൂർ സൈഡിൽ തമിഴിൻ്റെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഈ വാക്കുകൾ ഇപ്പോഴും മലയാളത്തിൽ അവശേഷിക്കുന്നുണ്ട്. പല വാക്കുകൾ ഇതുപോലെ തമിഴിൽ നിന്നും പോയിട്ടുണ്ടാവും, പക്ഷേ മലയാളത്തിൽ വായിക്കി നിൽക്കും. അങ്ങനെ ചില വാക്കുകളുണ്ട്. അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്ത് ബാഷ്പം കണ്ണുനീരും വാർത്ത് അയ്യോ സദാ രാമരാമ ഇരി മന്ത്രവും മുഹുരവി, പിന്നെയും ജപിച്ച് വിലാപിച്ച് മുഗ്ധാംഗി മേവുന്ന നേരത്ത്, മുഗ്ധാംഗി സീതയെ എന്ന് പറയാണ് സീതാദേവി. അവർ മേവുന്ന നേരത്ത്, അവിടെ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഞാൻ തഥാ ആ സമയം, അപ്പോൾ അതികൃശ ശരീരന, ഞാൻ വളരെ കൃശശരീരനായിട്ട് ശരീരത്തിനെ വളരെ ചെറുതാക്കിക്കൊണ്ട് വൃക്ഷശാഖാന്തരെ, വൃക്ഷശാഖകളുടെ ഇടയ്ക്ക്, ആ ശിംശപാവൃക്ഷത്തിൻ്റെ ഇതിൽ ഒരു അതിൻ്റെ കൊമ്പുകളുടെ ഇടയിൽ മറഞ്ഞിരുന്നു. വൃക്ഷശാഖാന്തരെ, ഇവളെ കണ്ടതോടുകൂടി വളരെ സന്തോഷമായി എനിക്ക് ആനന്ദം ഉൾക്കൊണ്ട് ഇരുന്നേൻ. സീതയെ കണ്ട ആനന്ദത്തോടുകൂടി മറഞ്ഞ് ഇരുന്നു. ആനന്ദം ഉൾക്കൊണ്ട് ഇരുന്നേൻ. അനാകുലം, അവിടെ ഇരിക്കാൻ പറ്റി. ആ സമയത്ത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആരെങ്കിലും കണ്ടുപിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അനാകുലം, ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ കണ്ട് ഇതാണ് പറയും. ആനന്ദം ഉൾക്കൊണ്ട് ഇരുന്നേൻ അനാകുലം. രാക്ഷസ സ്ത്രീകളായിരുന്നു എന്നെ കണ്ടുപിടിച്ച് അവിടെ ബുദ്ധിമുട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അതാണ് അനാകുലം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിച്ചത്. സീതയോട് എനിക്ക് സ്വൈരമായിട്ട് സംസാരിക്കാനുള്ളൊരു സന്ദർഭം കിട്ടി എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അനാകുലമായി അവിടെ ഞാൻ ഇരിപ്പുറപ്പിച്ചു എന്ന് പറയാം. അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തയ്യോ സദാ രാമ രാമേരി മന്ത്രവും മുകുരവി ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗി വേകുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനാകുലം. തവചരിതമൃതസമഖിലമറിയിച്ചത തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവിരഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനം കൊണ്ടങ്ങു പോയതും. തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവിരഹിതയായി മവരുവും വിധോ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും. പിന്നെ അവിടെ നിങ്ങളുടെ തുടർച്ചയായിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സീതയോട് പറഞ്ഞറിയിച്ചു എന്നുള്ളതിന് പറയാം. അവിടെ പദം പിരിച്ചു പറയൂ. തവ ചരിതം അമൃതസമം അഖിലം അറിയിച്ചു എന്നാണത്. അറിയിച്ചു. അഥ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുത് ഉടജഭുവി രഹിതയായി എന്നുള്ളതിന്റെ ചുരുക്കമാണത്. മരുവും വിധൗ
മരുവും വിധൗ ഒന്നിച്ചാണ് പറയേണ്ടത്. മരുവും വിധൗ ചെന്ന് ദശാനനൻ കൊണ്ട് അങ്ങ് പോയതും. ദശാനനൻ കൊണ്ട് അങ്ങ് പോയതും. കൊണ്ടങ്ങ് പോയതും. തവ ചരിതം അമൃതസമം അഖിലം അറിയിച്ചേൻ. അറിയിച്ചു തോന്നുന്നു. പിന്നെ കഴിയുമ്പോഴേ അറിയുള്ളൂ. ശരി. അഥ പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് അവരോട്, ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളതിന് എടുത്തു പറയുന്നു. പിന്നെ തമ്പിയോടും അനുജനോടും ലക്ഷ്മണനെ ഉദ്ദേശിച്ച് പറയാണ്. അവിടെ പഞ്ചവടിയിൽ വാണിരുന്ന കാലത്തെ കഥ പറയാണ്. അപ്പം കഥ പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ. തമ്പിയോടും നിന്തിരുവടി തന്നോടും, നിന്തിരുവടി അങ്ങ് ശ്രീരാമനെ ഉദ്ദേശിച്ച് പറയാണ്, അങ്ങയോടും കൂടെ എന്നർത്ഥം. തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുത് ഉടജഭൂവി രഹിതയാ. ഉടജഭൂവി വർണ്ണാശ്രമത്തിൻ്റെ ആ പ്രദേശത്ത് ഉടജഭൂവി വസിക്കുന്ന ഉടജം എന്നുള്ള വാക്കിന് പർണകുടീരം, മാസസ്ഥാനം, ഈ ആശ്രമം എന്നൊക്കെ അർത്ഥം വരും. ഉടജഭൂവി ആ പ്രദേശത്ത് തമ്പിയോടും നിന്തിരുവടി തന്നോടും രഹിതയായി, നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ കണ്ട് മരുവും വിധവും സ്ഥിതി ചെയ്യുന്ന ഘട്ടത്തിൽ, അവിടേക്കാണ് ചേർക്കേണ്ടത്. തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുത് രഹിതയായി, അല്പനേരം, ചെറുതൊന്ന് അല്പനേരം രഹിതയായി വേറിട്ട് മരുവും വിധവും സ്ഥിതി ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ രണ്ടുപേരും മാനിൻ്റെ പിന്നാലെ പോയ സമയത്ത്, ശ്രീരാമൻ മാനിൻ്റെ പിന്നാലെ പോയി ശ്രീരാമൻ്റെ നിലവിളി കേട്ട് ലക്ഷ്മണനെ സീത അവിടുന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. ഇങ്ങനെ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുത് അല്പനേരം ഉണ്ടായുള്ളൂ. അത് ഉടജഭൂവി രഹിതയായി മേവും വിധം, ആ ഉടജത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ കണ്ട് ഏകാകിനിയായിരുന്ന ഘട്ടത്തിൽ താല്പര്യം. തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭൂവി രഹിതയായി മരുവും വിധവും ചെന്ന് ദശാനനൻ, ആ സമയത്ത് ചെന്ന് ദശാനനൻ കൊണ്ട് അങ്ങ് പോയതും അപഹരിച്ചു കൊണ്ടുപോയതും ആ കഥയും പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഓരോരോ സംഭവങ്ങൾ പറയാണ്. പിന്നെ ദശാനനൻ കൊണ്ടങ്ങ് പോയതും, അപ്പം അതിൻ്റെ അന്വയം മനസ്സിലായല്ലോ അല്ലേ? തമ്പിയോടും നിന്തിരുവടി തന്നോടും രഹിതയായി, അവരോട് വേറിട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അത് അവിടേക്കാണ് അന്വയിക്കുന്നത്. ശരി, വൈകും. തപചരിതമൃതസമഖിലമറിയിച്ചത തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവിരഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും. സവിതൃസുതനോടു ഝടിതി സഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീസൗഗമാശു നിയുക്തരായിടിനാർ. സവിതൃസുതനോടു ഝടിതി സഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഗമാശു നിയുക്തമായിടിനാർ. സവിതൃസുതനോട് ഝടിതി സഖ്യം ഉണ്ടായതും. സവിതൃസുതൻ, സവിതാ സൂര്യൻ, സവിതൃസുതൻ സൂര്യപുത്രൻ സുഗ്രീവനോട് ഝടിതി പെട്ടെന്ന് സഖ്യമുണ്ടായതും, ശ്രീരാമന് സഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ, സംക്രന്ദനൻ എന്നുള്ളത് ഇന്ദ്രന്റെ പര്യായങ്ങളിലൊന്നാണ്. സംക്രന്ദനന്റെ സുതൻ ബാലി, സംക്രന്ദനാത്മജൻ തന്നെ ബാലിയെ വധിച്ചതും ആ കഥയും. ക്ഷിതിദുഹിതുഹു അന്വേഷണാർത്ഥം, ക്ഷിതിദുഹിതാവിൻ്റെ, ക്ഷിതി ഭൂമി, ദുഹിത മകള്, ഭൂമിദേവിയുടെ മകൾ സീതാദേവിയുടെ അന്വേഷണത്തിനായിക്കൊണ്ട് കവീന്ദ്രനാൽ, സുഗ്രീവനാൽ കീശൗഘം ആശു നിയുക്തം ആയിടിനാർന്നു. കീശൗഘം, കീശങ്ങളുടെ ഓഘം, സമൂഹം. കീശൗഘം എന്ന് പറയുന്ന സമയത്ത് വാനര സൈന്യം, വാനരക്കൂട്ടം. ആശു പെട്ടെന്ന് നിയുക്തമായതും, അവരെ നിയോഗിച്ച കാര്യവും പറഞ്ഞു. ഇവിടെ ഒരു അന്വയത്തിന് കുറച്ചൊരു വിഷമമുണ്ട്. കീശൗഘം ആശു നിയുക്തമായിടിനാർ പറയുമ്പോൾ ഒരു
ചേർത്ത് കർത്താവ് കർമ്മ അല്ല കർത്താവ് ക്രിയ അങ്ങോട്ട് യോജിക്കുന്നില്ല ശരിയായിട്ട്. കീശൗഘരാശു നിയുക്തരായിടിനാർ എന്ന് വേണമെങ്കിൽ പറയേണ്ടതാണ് ശരിക്കും. നിയുക്തമായിടിനാർ എന്ന് പറയുമ്പോൾ ആണ് പ്രശ്നം വരുന്നത്. കീശൗഘം നിയുക്തമായി ആയിടി അതൊന്നറിയില്ല, എങ്ങനെ തിരുത്തണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒരു ശരിയല്ല അതിവിടെ. എന്തായാലും നമുക്ക് ഇരിക്കട്ടെ. സവിതൃസുതനോട് സവിതൃസുതനോടു ചെടുതി സഖ്യമുണ്ടായതും സംഗ്രന്ഥനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ. അന്വേഷണാർത്ഥം എന്നൊക്കെ ശരിക്കും പറയൂ. ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശോകമാശു നിയുക്തമായിടിനാർ. ആഹാം അവരിൽ ഒരുവൻ ഇവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതീ വിദ്രുതം. അഹമവരിലൊരുവനിവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതീ വിദ്രുതം. പദം പിരിച്ചു പറയൂ. അഹം അഹം അവരിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടിനേൻ. അഹം പറയും. അഹം അവരിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടിനേൻ അർണവം ചാടിക്കടന്നു കടന്ന് അതിവിദ്രുതം. ശരി. അഹം അവരിൽ ഒരുവൻ. അഹം അവരിൽ ഒരുവൻ. ഞാൻ ആ കീശങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ, ആ വാനരക്കൂട്ടത്തിൽ ഒരുവൻ ഇവിടേക്ക് വന്നിടിന്. ഞാൻ ഇവിടേക്ക് വന്നെത്തി. എങ്ങനെ? അർണവം ചാടിക്കടന്ന്, അർണവം സമുദ്രം ചാടിക്കടന്ന് അതിവിദ്രുതം വളരെ വേഗം, അതിവേഗത്തിൽ സമുദ്രം ചാടിക്കടന്ന് അവരിൽ കൂട്ടത്തിലൊരുവനായ ഞാൻ ഇവിടേക്കിതാ എത്തിയിരിക്കുന്നു എന്ന കാര്യവും അറിയിച്ചു എന്ന് പറയാണ്. അഹം അവരിൽ ഒരുവൻ ഇവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതീവിദ്രുതം. രവിതനയ സജീവനഹമാശുകനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും. സ്പഷ്ടം. രവിതനയ സജീവൻ. രവി സൂര്യൻ, രവിതനയൻ സൂര്യപുത്രൻ സുഗ്രീവൻ. രവിതനയ സജീവൻ, സജീവൻ മന്ത്രി, എപ്പോഴും കൂടെ ഉണ്ടാകുന്നവൻ സജീവൻ. രവിതനയ സജീവൻ അഹം. സുഗ്രീവന്റെ സജീവനാകുന്നു ഞാൻ. രവിതനയ സജീവനഹം. ആശുകനന്ദനൻ വായുവിൻ്റെ പുത്രനാണ് ഞാൻ. ആശുകൻ എന്നുള്ള വാക്കിന് വായു എന്നർത്ഥം. ആശു ഗമിക്കുന്നത്, വളരെ വേഗം പോകുന്നത് എന്നുള്ള കാരണം കൊണ്ട് കാറ്റിന് ആശുകം എന്നൊരു പേരുണ്ട്. ആശുകൻ്റെ നന്ദനൻ, വായുപുത്രനാകുന്നു ഞാൻ. അപ്പോൾ രവിതനയ സജീവൻ, സുഗ്രീവൻ്റെ സജീവനാണ്. വായു ഭഗവാന്റെ പുത്രനുമാണ് ഞാൻ. പിന്നെയോ മാത്രമല്ല രാമദൂതൻ, ശ്രീരാമൻ്റെ ദൂതനാണ്. ഇങ്ങനെ 3 ഐഡൻറ്റിറ്റീസ് പറഞ്ഞു. സുഗ്രീവൻ്റെ, വാനരരാജാവായ സുഗ്രീവൻ്റെ സജീവനാണ്, വായു ഭഗവാന്റെ പുത്രനാണ്, ശ്രീരാമൻ്റെ ദൂതനാണ്. ഇനി പേര് പറയുന്നു. ഹനുമാൻ എന്ന് നാമവും. ഹനുമാൻ എന്ന് നാമവും. എനിക്കും എൻ്റെ നാമം അതാണ് എന്ന് പറയാണ്. രവിതനയ സജീവനഹമാശുകനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു. ഭവതിയുമിഹ ജഡിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം. ഭവതിയെയും ഇഹ ജഡിതി കണ്ടുകൊണ്ടേൻ അഹോ ഭാഗ്യം ആഹന്ത ഭാഗ്യം കൃതാർത്ഥ അസ്മി അഹം. അർത്ഥം വളരെ സ്പഷ്ടം. ഭവതിയെയുമിഹ ജഡിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യം ആഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം എന്ന് പറഞ്ഞിട്ട് ഫലിതമഖിലം മമാദ്യ പ്രയാസം വൃശം പത്മജാലോകനം പാപവിനാശനം. ഫലിതം അഖിലം മമ ആദ്യ പ്രയാസം വൃശം പത്മജാലോകനം പാപവിനാശനം. മമ അദ്യ മമ പ്രയാസം അഖിലം വൃശം ഫലിതം. അങ്ങനെ വേണം അത് വാക്കുകൾ ഘടിപ്പിക്കാനായിട്ട്. അദ്യ മമ പ്രയാസം അഖിലം വൃശം ഫലിതം.
അദ്യ ഇപ്പോൾ, ഇന്ന്, ഇപ്പോൾ രണ്ടർത്ഥവും വരും. എൻ്റെ പ്രയാസം, എൻ്റെ പ്രയത്നം അഖിലം മുഴുവൻ തന്നെ വൃഷം നല്ലപോലെ ഫലിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രയാസത്തിന് ഞാൻ പ്രയാസപ്പെട്ട് സീതയെ കാണാൻ ഉദ്ദേശിച്ച് സമുദ്രം ചാടിക്കടന്ന് ഇവിടെ എത്തി പരിസരത്തും തിരഞ്ഞ് കുറേ പ്രയാസപ്പെട്ടു, ഞാൻ കുറച്ച് പ്രയത്നിച്ചു. ആ പ്രയത്നമെല്ലാം ഇപ്പോൾ സഫലമായി തീർന്നു. ഫലിതമഖിലം മമാദ്യ പ്രയാസം വൃഷം എന്ന് പറഞ്ഞ് തുടർന്ന് പറയുന്നു. എന്താണ്? അതുമാത്രമല്ല, എനിക്ക് വളരെ വലിയൊരു ഫലവും എനിക്ക് കിട്ടി. ഫലിതം, ഒരു പുണ്യഫലവും എനിക്ക് കിട്ടി എന്ന് പറയുന്നു. പത്മജാലോകനം, ലക്ഷ്മീദേവിയെ, സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ അവതാരത്തെയാണ് ഞാൻ നേരിൽ കണ്ടത്. പത്മജാലോകനം, പത്മജ എന്നുള്ള വാക്കിന് ലക്ഷ്മീദേവി എന്നർത്ഥം. പത്മത്തിൽ ജനിച്ചവൾ എന്നുള്ളർത്ഥത്തിൽ പത്മജ, ലക്ഷ്മീദേവിയുടെ ആലോകനം, കാണല്. ലക്ഷ്മീദേവിയെ കാണൽ എന്നുള്ളത് പാപവിനാശനമാണല്ലോ, സകല പാപങ്ങളെയും നശിപ്പിക്കുന്നതാണല്ലോ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം എന്ന് പറയാൻ കാരണം. പിന്നെ പറയുന്നു, മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മനസേ. മമ വചന, എൻ്റെ ഈ വാക്കിനെ ഇതി ഇപ്രകാരം നിഖിലം മുഴുവൻ തന്നെ ആകർണ്യ കേട്ടപ്പോൾ ജാനകി സീതാദേവി മന്ദമന്ദം വിചാരിച്ചിതു മനസേ, മന്ദമന്ദം മെല്ലെ മെല്ലെ മാനസേ മനസ്സിൽ വിചാരിച്ചു. മമ വചനം ഇതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മനസേ. രവിതനയ സജീവൻ. രവിതനയ സജീവനകമാശുഗനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയെയുമിക ചെടുതി കണ്ടുകൊണ്ടേനകോ ഭാഗ്യമാകന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം. ഫലിതമഖിലം മമാദ്യ പ്രയാസം വൃഷം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ. ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ. ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപദമായാതു പുണ്യവാൻ മാനസവീരപ്രസാദേന ദൈവമേ. മമ നയനയുഗളപഥം, ധാവ് എന്നുള്ള അക്ഷരം സ്പഷ്ടമായിട്ട് ഉച്ചരിക്കാൻ പഠിക്കണം. യുഗളപഥം, അതെ, വായിക്കുമ്പോഴും വേണം ഓരോ തവണയും. ശരി. ശ്രവണ യുഗളാമൃതം കേന മേ ശ്രാവിതം. ശ്രവണയുഗളം, ഇരു ചെവികളും, യുഗളം ഇരട്ട, ശ്രവണയുഗളം ഇരു ചെവികൾക്ക് അമൃതമായിട്ടുള്ള ഒരു കാര്യത്തെ കേന മേ ശ്രാവിതം, ആരാണ് എനിക്ക് കേൾപ്പിച്ചത്? എൻ്റെ ചെവിയിൽ അമൃതം പോലെ വന്നു വീണ ഈ വാർത്ത ആരാണ് എന്നെ കേൾപ്പിച്ചത്? ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം. തുറന്നു പറയുന്നു, ശ്രീമതാം അഗ്രേസരനവൻ നിർണയം. അവൻ ശ്രീമാന്മാരിൽ വെച്ച് അഗ്രേസരൻ തന്നെയാണ്. അവൻ വളരെ യോഗ്യനായിട്ടുള്ള ഒരുത്തനാണ് അവൻ എന്ന് പറയുന്നു. ശ്രീമതാം അഗ്രേസരൻ മുൻപൻ എന്നർത്ഥമാണ്. അഗ്രേസരൻ എന്നുള്ള വാക്കിന് മുൻപൻ. ശ്രീമതാം, ശ്രീമാന്മാരിൽ വെച്ച്. ശ്രീമതാം അഗ്രേസരനവൻ നിർണയം, തീർച്ചയായും പറയുന്നു. പിന്നെ പറയുന്നു, മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ. പിന്നെ പറഞ്ഞു, എന്തായാലും ഇങ്ങനെ ശ്രീമതാമഗ്രേസരനായിട്ട് ഒരുത്തനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവൻ എനിക്കിതാ കാണാൻ തരായില്ലോ, സന്തോഷം എന്ന് പറയാണ്. കണ്ടതുപോലെ പറയണം ആദ്യം. എൻ്റെ മമ നയനയുഗളപഥമായത് പുണ്യവാൻ. ആ പുണ്യവാൻ എൻ്റെ മമ നയനയുഗളത്തിൻ്റെ മാർഗത്തിൽ അവൻ വന്നിരിക്കുന്നു. ഇപ്പോൾ നയനയുഗളത്തിൻ്റെ പന്ഥ എന്ന് പറഞ്ഞ വഴി എൻ്റെ കൺമുൻപാകെ അവൻ ഇതാ വന്നിരിക്കുന്നു.
മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന. ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ട്, പ്രസാദം കൊണ്ട്, ശ്രീരാമൻ്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. ശ്രീരാമൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ശ്രീരാമൻ്റെ ദൂതൻ ഇതാ എനിക്ക് എൻ്റെ കൺമുൻപാകെ ഇവൻ വന്ന് കാണാൻ ഇടയായി എന്ന് പറയുന്നു. മമ നയനയുഗളപഥമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ. ഇത് ദേവി വിചാരിച്ചതു മാനസേ എന്നാണ് പറഞ്ഞത്. മാനസേ വിചാരിച്ചു എന്ന് പറയുന്നതാണെങ്കിലും ഒരു കുറച്ച് ഉറക്ക ആത്മകഥം കുറച്ച് ഉറക്കെയാണ് പറഞ്ഞത് എന്ന് വിചാരിക്കണം. എന്നുവെച്ചാൽ അടുത്ത ഇതിൽ പറയുന്നത് വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ എന്ന് പറയുന്നുണ്ട്. ഹനുമാൻ പറയുന്നുണ്ട് ഇങ്ങനെ ഈ സീതാദേവി പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോൾ മനസ്സിലുള്ള ചിന്ത ആത്മകഥമെന്നോണം സീതാദേവി കുറച്ച് ശബ്ദത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളറിയില്ല മാനസേ വിചാരിച്ചെന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും ആ വിചാരം കുറച്ച് ഉറക്കെയായിട്ടെന്ന് വേണം വിചാരിക്കാൻ. അപ്പം വചനം ഇതി മിഥിലതനയോദിതം, മിഥിലതനയ മൈഥിലിയാൽ ഉദിതം പറയപ്പെട്ടത്, മിഥിലതനയോദിതം മൈഥിലിയാൽ പറയപ്പെട്ട വചനം ഇതി, ആ വചനത്തെ, ഇപ്രകാരമുള്ള വചനത്തെ കേട്ടപ്പോൾ ഞാൻ വാനരാകാരേണ, ഈ വാനര സ്വരൂപത്തോടു കൂടി തന്നെ സൂക്ഷ്മ ശരീരണ, അല്പം ചെറിയ ശരീരത്തോടു കൂടി വിനയമോട് തൊഴുത് അടിയിൽ വീണ് വണങ്ങിയതിന്. അടിയിൽ വീണ് വണങ്ങിയതിന്, അവിടുത്തെ അടി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പാദം എന്നർത്ഥം. തിരുവടി, തൃപ്പാദം, തിരുവടി എന്ന് പറയില്ലേ, അതിലത്തെ തിരു അടിയാണത്. തിരുവടി മഹാന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാമി തിരുവടികൾ എന്നൊക്കെ പറയാറില്ലേ. അപ്പം അതിൽ വടിയല്ല, അത് തിരു അടി, രണ്ടും കൂടി സന്ധി ചേർക്കുമ്പോൾ തിരു അടിയാകുന്നതാണ്. ഇവിടെ വെറും അടി എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊഴുത് അടിയിൽ പാദത്തിൽ വീണ് വണങ്ങിനേൻ. വിസ്മയത്തോടെ ചോദിച്ചിതു ദേവിയും, വിസ്മയത്തോടെ ദേവിയും എന്നോട് ചോദിച്ചു. ശ്രവണയുഗളാമൃതം. ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമദാമഗ്രേസരനവനിർണയം മമ നയനയുഗള പഥമായതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ. വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമുടു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ. വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറകനീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അറിവതിനു പറകനീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. ദേവി ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അറിവതിന് പറക നീ ആര് എന്നത് എന്നോട്. എല്ലാവർക്കും അറിയുന്ന സന്ധികളൊക്കെ തന്നെയാണ്. അറിവതിനു പറക നീ ആര് എന്നത് എന്നോട് ഇത്യാദി വൃത്താന്തം വിചാരിച്ച അനന്തരം, ഇത്യാദി വൃത്താന്തം കാര്യങ്ങളൊക്കെ ചോദിച്ച അനന്തരം, ചോദിച്ചതിന് ശേഷം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ, കഥിതം പറയപ്പെട്ടു, അഖിലം എല്ലാം. എന്താണ് ഞാൻ പറഞ്ഞത്? ദേവവൃത്താന്തങ്ങൾ. ദേവെന്നുള്ള വാക്കിന് ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ച് പറയുകയാണ്, ശ്രീരാമൻ ഉദ്ദേശിച്ച് പറയുന്നു. ദേവന്റെ വൃത്താന്തങ്ങൾ, ശ്രീരാമദേവന്റെ വൃത്താന്തങ്ങൾ, വർത്തമാനങ്ങളെല്ലാം മയാ അഖിലം കഥിതം, എന്നാൽ അത് മുഴുവൻ കഥിതം പറയപ്പെട്ടു. കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ. എന്നിട്ടോ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. കഞ്ചദളാക്ഷി, താമരയുടെ ദളം പോലെയുള്ള ആകൃതിയിലുള്ള കണ്ണുള്ളവൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. കഞ്ചദളാക്ഷി, ഇവിടെ ലക്ഷ്മി ദേവി, ഇവിടെ സീതാദേവി. കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. ആ പറഞ്ഞതൊക്കെ, ഞാൻ പറഞ്ഞത് കേട്ടവർക്കൊക്കെ വിശ്വാസമായി. ശരി, വായിക്കും. അറിവതിനു പറകനീയാരെന്നതെന്നൊടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ
കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അതുപൊഴുതിലകതളിരിൽ അടൽ കളപതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിലതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണു നേർകൊണ്ടു കഴുകി കളഞ്ഞുടൻ. അതുപൊഴുതിലകതളിരിലടൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിലതിനെ വിരവോടു വാങ്ങി അതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകി കളഞ്ഞുടൻ. അപ്പോ വിരവോട് എന്നാണോ അച്ചടിച്ചിട്ടുള്ളത്? വൃത്തം നമുക്ക് ശരിയാവില്ല. കരതളിരിൽ അതിനെ വിരവോടു വാങ്ങിത്തതാന്ന് പറഞ്ഞാലേ വൃത്തം ശരിയാവുള്ളൂ. ശരി, അത് എഴുതി വെച്ചോളൂ, അതാ നല്ലത്. അല്ലെങ്കിൽ അവിടെ ഓരോ തവണയും തടയും. വിരവോട് പറഞ്ഞ് അത് ശരിയായിട്ടുള്ള പ്രയോഗം തന്നെയാണ്. പാടി നീട്ടുന്നത് നല്ലതാണ്. വിരവോടെ. അതുപൊഴുതിൽ ആകതളിരിൽ അഴൽ കളവതിന് ഞാൻ. അതുപൊഴുതിൽ ആ സമയത്ത്, അതുപൊഴുതിൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത്. അകതളിരിൽ അഴൽ കളവതിന്, അകതളിരിൽ മനസ്സിലുള്ള അഴൽ ദുഃഖത്തെ കളവതിന് ഇല്ലാതെയാക്കാനാണ്, കളയുന്നതിനായിട്ട്, ദേവിയുടെ മനസ്സിലുള്ള ദുഃഖത്തെ നീക്കുവാനായിട്ട്. അതുപൊഴുതിൽ അകതളിരിൽ അഴൽ കളവതിന് ഞാൻ അങ്കുലീയം കൊടുത്തിടിനെ. അങ്ങ് തന്നയച്ച അങ്കുലീയത്തെ ദേവിയുടെ തൃക്കയിൽ ഞാൻ കൊടുത്തിടിനേനാദരാൽ. അതോടുകൂടി ദേവി കരതളിരിൽ അതിനെ വിരവോട് വാങ്ങി, വിരവോട് വേഗം തന്നെ അതിനെ വാങ്ങി, തഥാ കണ്ണുനീർ കൊണ്ട് കഴുകി കളഞ്ഞ് ഉടൻ ശിരസി ദൃശി ഗളഭൂവി ഉരസ്ഥലത്തിങ്കലും ശീഘ്രം അണച്ച് വിലാപിച്ചിതു ഏറ്റവും. ശിരസിൽ, ദൃശി കണ്ണിൽ, ഗളഭുവി കഴുത്തിൻ്റെ അവിടെ, ഉരസ്ഥലം മാറിടത്തിങ്കൽ, ഇവിടെയെല്ലാം അണച്ച്, ശീഘ്രം അണച്ച്. അങ്കുലീയകങ്കയിൽ കിട്ടിയതോടുകൂടി ദേവി അത് ശിരസിൽ തൊടുത്തു. അങ്ങനെ ആദ്യം ശിരസിൽ അണച്ചു, പിന്നെ കണ്ണിൽ ഉറ്റി, പിന്നെ ഗളഭൂവി കഴുത്തിൽ വെച്ചു, പിന്നെ മാറത്തും വെച്ചു. ശിരസി ദൃശി ഗളഭൂവി ഉരസ്ഥലത്തിങ്കലും. നമ്മുടെ പ്രസാദമൊക്കെ കിട്ടിയാൽ നമ്മുടെ സ്വഭാവം സാധാരണ എപ്പോഴും അങ്ങനെയല്ലോ. പ്രസാദമായിട്ട് സാധനം കിട്ടിയാൽ ഉടനെ ആദ്യം തന്നെ തൊഴുത് നമ്മളത് ശിരസിലേറ്റ് വാങ്ങും. ശിരസ വാങ്ങി എന്നുള്ള നിലയ്ക്ക് പിന്നെ അത് പലപ്പോഴും കണ്ണിലിങ്ങനെ കിട്ടുന്ന ഒരു സ്വഭാവം എല്ലാവരും നമ്മളൊക്കെ ചെയ്യാറുള്ളതാണില്ല. കണ്ണിൽ വളരെ വിശേഷപ്പെട്ടതാണെങ്കിൽ 2 കണ്ണിൽ ഒറ്റിക്കുക, പിന്നെ ഹൃദയത്തിൽ വയ്ക്കും, നെഞ്ചോട് ചേർത്ത് വയ്ക്കും. അപ്പോൾ ഇവിടെ കരതളിരിലതിന് വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകി കളഞ്ഞുടൻ ശിരസി ദൃശി ഗളഭുവി ഉരസ്ഥലത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും. പവനസുത കഥയമമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോട് നീ കണ്ടിതല്ലോ സഖേ. പവനസുത, അല്ലയോ ഹനുമാനെ, കഥയമമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോട്. മമ ദുഃഖമെല്ലാം, എൻ്റെ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു. പത്മാക്ഷൻ, പത്മം പോലെ അക്ഷകളുടെ ശ്രീരാമൻ ഉദ്ദേശിച്ച് പറയുന്നു. ശ്രീരാമനോട് ചെന്ന് പറയൂ, വേഗം പറയൂ. പവനസുത കഥയമമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോട് നീ കണ്ടിതല്ലോ സഖേ. നീ നേരിട്ട് കണ്ടതല്ലേ, ഇവിടെ കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ നീ കണ്ടിരിക്കുമല്ലോ, കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിതല്ലോ സഖേ. നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊല്ലുക എന്നു ചൊല്ലിയിടിനാൾ. വായിക്കും. കഥിതമഖിലം മയ അറിവതിനു ഇതുവരെ കരതളിരിലതിനെ വായിക്കെവിടുന്നെങ്കിലും. കരതളിരിലതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകി കളഞ്ഞുടൻ ശിരസി ദൃശികളഭുവി മുലത്തടത്തിങ്കലും. ഗളഭുവി പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഗളഭുവി. ശിരസി ദൃശി ഗളഭുവി മുലത്തടത്തിങ്കലും. മുലത്തടത്തിങ്കൽ എന്നാണോ പാഠം? ഇവിടെ ഉരസ്ഥലത്തിങ്കലും എന്നാണ് എൻ്റെ പുസ്തകത്തിലുള്ള മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകത്തിലെ ഉരസ്ഥലത്തിങ്കൽ. പിന്നെ മുലത്തടത്തിങ്കൽ മറ്റൊരു പാഠമുള്ളതായിട്ട് കാണുന്നു. രണ്ടും ശരി തന്നെയാണ്, ഒരേ സ്ഥാനം തന്നെയാണ്, രണ്ടായാലും ഒന്ന് തന്നെയാണ്. ശരി.
ശരി, വായിച്ചോ. ശിരസീദൃശി ശിരസീദൃശി ഗളഭുവി മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോട് നീ കണ്ടിതല്ലോ സഖേ നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീ അങ്ങു ചെന്നു ചൊല്ലുന്നു ചൊല്ലിടിനാൾ. തവചരിതമഖിലമലിവോണർത്തിച്ചു ഞാൻ തമ്പിയോടും കപീസേനയോടും ദ്രുതം വയമവനിപതിയ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. തവ ചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപീസേനയോടും ദ്രുതം വയമവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. തവ ചരിതം അഖില മലിവോടെ ഉണർത്തിച്ചു ഞാൻ അങ്ങയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വിവരിച്ചു പറഞ്ഞു. പിന്നെ അവളെ ആശ്വസിപ്പിച്ചു, സീതാദേവിയെ ഞാൻ ആശ്വസിപ്പിച്ചു. ഇങ്ങനൊരു വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് പറയണം. ആ വാക്കുകൾ പറയാണ് അവിടെ. തമ്പിയോടും അനുജനോടും കപിസേനയോടും കൂടെ ദ്രുതം വളരെ വേഗം വയം ഞങ്ങളെല്ലാം തന്നെ. ഹനുമാൻ സീതയോട് പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ എടുത്ത് പറയാണ് അവിടെ. വയം ഞങ്ങൾ അവനിപതിയെ, അവനിപതി എന്നുള്ള വാക്കിന് രാജാവ് എന്നർത്ഥം. അവനി ഭൂമി, അവനിപതി രാജാവ്. ഇവിടെ ശ്രീരാമനെ അവനിപതിയെ വിരവോട് കൂട്ടിക്കൊണ്ടുവന്ന് ദശാസ്യകുലവും മുടിച്ച്, ദശാസ്യന്റെ കുലവും മുടിച്ച്, ദശാസ്യൻ രാവണന്റെ കുലവും മുടിച്ച് ഉടൻ സകുതുകം, കൗതുകത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി ഇതൊക്കെ അർത്ഥം. സകുതുകം അയോധ്യാപുരിക്ക് ആശു കൊണ്ടുപോകും. അയോധ്യാപുരിയിലേക്ക് നിങ്ങളെയും കൊണ്ട് ഞങ്ങളെല്ലാം മടങ്ങൂട്ടോ. ഇനി സങ്കടപ്പെടുകയോ വേണ്ട. സന്താപം ഉള്ളിലുണ്ടാകരുതേതുമേ. ഒട്ടും തന്നെ സന്താപം മനസ്സിൽ വെക്കണ്ട. ഇനി ദുഃഖമേ വേണ്ട. വായിക്കും. തവ ചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപീസേനയോടും ദ്രുതം വയമവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യ കുലവും മുടിച്ചുടൻ സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോകും സന്താപമുള്ളിലുണ്ടാകരുതേതുമേ. ദശരഥസുതന്നു വിശ്വാസാർത്ഥമായിനി ദേവി മേ ദേഹി ചിഹ്നം ധന്യമാദരാൻ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ. അതും അവന് സുതയോടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാദരാൽ നൽകിനാൾ. ദശരഥസുതന്നു വിശ്വാസാർത്ഥമായിനി ദേഹി മേ ദേവി ചിഹ്നം ധന്യമാദരാൽ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയെ. അതുമവനി സുതയൊടഹമിങ്ങനെ ചൊന്നടവാശു ചൂടാരത്നമാദരാൽ നൽകിനാൾ. ദശരഥസുതന് വിശ്വാസാർത്ഥമായി ഇനി ദേഹി മേ ദേവി ചിഹ്നം ധന്യം ആദരാൽ പുനഃ ഒരു അടയാളവാക്കും പറഞ്ഞിരുക. പുനഃ ഒരു അടയാളവാക്ക്, അതാണ് പദച്ഛേദം. പുനഃ ഒരു, സംസ്കൃതത്തിൽ സന്ധി നിയമപ്രകാരം പുനരൊരു അടയാളവാക്ക്, പുനരൊരു അടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷന് വിശ്വാസസിദ്ധയെ എന്ന് പറഞ്ഞു. ദശരഥസുതൻ ശ്രീരാമന് വിശ്വാസാർത്ഥമായി, വിശ്വാസം വരാനായിട്ട് ഞാൻ സീതയെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട് വിശ്വസിക്കേണ്ട. ചെന്ന് വാക്കാൽ പറഞ്ഞാൽ പോരല്ലോ. വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ദേഹി മേ ദേവി ചിഹ്നം ധന്യം, ഒരു വിശിഷ്ടമായിട്ടുള്ള ധന്യമായിട്ടുള്ള ഒരു ചിഹ്നം
ദേവി എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു. ദേഹി തന്നാലും ദേഹിമേ ദേവി ചിഹ്നം ധന്യം ആദരാൽ. പിന്നെ അത് മാത്രം പോരാ, പുനഃ ഒരു അടയാള വാക്കും പറഞ്ഞു തരിക. വാക്കാലുള്ള രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന ഒരു സങ്കേതമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അതും പറയണമേ. പുനരൊരു അടയാള വാക്കും പറഞ്ഞു തരിക. എന്തിനു വേണ്ടിയിട്ട്? പുണ്യപുരുഷൻ ശ്രീരാമനുണ്ട്. ശ്രീരാമൻ ഉദ്ദേശിച്ച് പുണ്യപുരുഷനായ അദ്ദേഹത്തിന് വിശ്വാസം സിദ്ധിക്കാനായിക്കൊണ്ട്, വിശ്വാസം വിടുവാനായിക്കൊണ്ട് ഒരു അടയാള വാക്കും പറയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ സീതാദേവിയോട്. അതും അവനിസുതയോട് അഹം ഇങ്ങനെ ചൊന്നളവ്. അതും അവനിസുതയോട് അഹം ഇങ്ങനെ ചൊന്നളവ്. അവനിസുതയോട് സീതാദേവിയോട് ഇങ്ങനെ ഇപ്രകാരം ചൊന്നളവ് പറഞ്ഞ സമയത്തിൽ, അതും അവനിസുതയോട് അഹം ഇങ്ങനെ ചൊന്നളവ് ആശു ചൂടാരത്നമാദരാൽ നൽകിനാൾ. ദേവിയുടെ മുടിക്കെട്ടിൽ നിന്ന് ചൂടാരത്നത്തെ എടുത്ത് അതെനിക്ക് നൽകി. ദശരഥസുതന്നു വിശ്വാസാർത്ഥമായിനി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാദരാൽ. പുനരൊരടയാള വാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയേ. അതും അവനി സുതയൊടകമിങ്ങനെ ചൊന്നള വാശു ചൂടാരത്നമാദരാൽ നൽകിനാൾ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം. കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം. കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്ത പുഞ്ചൊൽകെന്നു ചൊല്ലിനാൾ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം. കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊല്ലുന്നു ചൊല്ലിനാൾ. കമലമുഖി ചൊല്ലിനാൾ എന്നാണ് അന്വയം. കമലമുഖി, കമലം പോലെ മുഖമുള്ളവൾ സീതാദേവി. കമലമുഖി ചൊല്ലിനാൾ, കനിവിനോട് ചൊല്ലിനാൾ. കനിവോടുകൂടി ദയവോടുകൂടി കഥ എന്നോട് പറഞ്ഞു. കമലമുഖി കനിവിനോട് ചൊല്ലിനാൾ. അതിൻ്റെ ഇടയ്ക്ക് എന്തു പറഞ്ഞു എന്നുള്ളതാണ് നടുക്ക് പറയുന്നത്. ചിത്രകൂടാചലേ, ചിത്രകൂട പർവ്വതത്തിൽ കാന്തനായ ശ്രീരാമനോടുകൂടി വസിക്കുന്ന ദിവസം, വസിക്കും നാൾ ഒരു ദിനം. പദച്ഛേദം മനസ്സിലായല്ലോ. കാന്തനുമായി വസിക്കും നാൾ ചേർത്തിട്ട് വസിക്കും നാൾ എന്നാണ്. അത് രണ്ടും ചേർന്ന് സപ്തമിയുടെ സന്ധി നിയമപ്രകാരം വസിക്കുന്നാൾ ഒരു ദിനം. ശ്രീരാമനുമായി വസിക്കുന്ന കാലത്തിൽ, ചിത്രകൂടാചലത്തിൽ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം. കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും. ഒരു കാകന്റെ വൃത്താന്തം, കാക്ക വന്ന് പീഡിപ്പിച്ച വർത്തമാനവും പറഞ്ഞു ഞാൻ. എങ്ങനെ പീഡിപ്പിച്ചു എന്നാണെങ്കിൽ, കഠിനതര നഗര നികരേണ, കഠിനതര വളരെ കൂട്ടുമൂർത്തതായ നഖം, കാലിലുള്ള കാക്കയുടെ കാലിലുള്ള നഖം കൊണ്ട് ദേവിയെ മാന്തി പൊളിച്ച കഥ. കഠിനതര നഖ നികരേണ, നികരം സമൂഹാർത്ഥമാണ്. നികരം ഒരുപാട് നഖങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നികരം എന്ന് പറയുന്നു. കഠിനതര നികരേണ, അതുകൊണ്ട് പീഡിച്ചൊരു കാകവൃത്താന്തവും, പീഡിച്ചതായ ആ ഒരു പീഡിപ്പിച്ച ആ കാകന്റെ വൃത്താന്തത്തെയും വർത്തമാനത്തെയും ഞാൻ ചൊല്ലുക എന്ന് ശ്രീരാമനോട് പറഞ്ഞാലും അതാണ് അടയാളവാക്യം എന്നിങ്ങനെ എന്നോട് ചൊല്ലിനാൾ പറഞ്ഞു. കഠിനതര നഖര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊല്ലുക എന്ന് ചൊല്ലിനാൾ. ആരാണ് ചൊല്ലിയത്? കമലമുഖി. എങ്ങനെ? കനിവിനോട് ചൊല്ലിനാൾ, ദയവോടുകൂടി എന്നോട് പറഞ്ഞു. ചിത്രകൂടാചലത്തിങ്കൽ കാന്തനുമായി വസിക്കും നാൾ ഒരു ദിനം. കഠിനതര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊല്ലുക എന്ന് ചൊല്ലി. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം.
കഠിനതര നഖരനികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊല്ലുന്നു ചൊല്ലിനാൾ. തദനു പലതരമിവ പറഞ്ഞും കരഞ്ഞുമുൾത്താപം കലർന്നു മരൂപും ദശാന്തരേ ബഹുവിധ വചോ വിഭാവേന ദുഃഖം തീർത്തു ബിംബാധരീയേയുമാശ്വസിപ്പിച്ചു ഞാൻ. വിടയുമുടനഴകൊടു വഴങ്ങിച്ചു പോന്നിരു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. തദനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരൂപും ദശാന്തരേ ബഹുവിധ വചോ വിഭാവേന ദുഃഖം തീർത്തു ബിംബാധരിയേയുമാശ്വസിപ്പിച്ചു ഞാൻ. വിടയുമുടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. തദനു അതിനെ തുടർന്ന് പലതരം ഇവ ഈ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്. പലതരം ഇവ പറഞ്ഞും ദുഃഖം വരുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരേ കാര്യത്തിന് പിന്നെയും പറയും. പലതരം ഇവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്ന് മരുവും ദശാന്തരെ പിന്നെയും ദുഃഖം പ്രകടിപ്പിച്ചു. സീതാദേവിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. ഞാനവളെ വീണ്ടും ആശ്വസിപ്പിച്ചു. മരുവും ദശാന്തരെ ഉൾത്താപം കലർന്നു മരുവും ദശാന്തരെ. ദശാന്തരി എന്നുള്ള വാക്കിന് സമയം എന്നർത്ഥമാണ് അവിടെ. ഇങ്ങനെ ദുഃഖിച്ച് പിന്നെയും ദുഃഖിതയായി തന്നെ സ്ഥിതി ചെയ്യുന്ന ആ ഘട്ടത്തിൽ അർത്ഥമാണ് അവിടെ. തദനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവും ദശാന്തരി. ആ സമയത്ത് ബഹുവിധ വചോവിഭവേന ദുഃഖം തീർത്ത് ഞാൻ പലവിധത്തിലുള്ള വാക്കുകളും അവളോട് പറഞ്ഞ് ബഹുവിധ വചോവിഭവം കൊണ്ട് ദുഃഖം തീർത്ത് അവളുടെ ദുഃഖമെല്ലാം തീർക്കാൻ ശ്രമിച്ചു ഞാൻ. എന്നിട്ട് ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു. ബിംബാധരി എന്നുള്ള വാക്കിന് സുന്ദരി എന്നർത്ഥം, സ്ത്രീ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പറയുന്നു. സീതാദേവിയെ പറയുകയാണ് നമ്മുടെ ബിംബാധരി. ബിംബം എന്നുള്ളത് ഏതൊരു പഴത്തിൻ്റെ പേരാണ്. നമ്മൾ തൊണ്ടിപ്പഴം എന്നൊക്കെ പറയും. തമിഴിൽ കോവൈപ്പഴം, നമ്മുടെ കോവപ്പഴം, അത് പഴുത്താലത്തെ പോലത്തെ ചുണ്ടുള്ളവർ എന്നൊക്കെ അർത്ഥത്തിലാണ് ബിംബാധരി എന്നുള്ള വാക്ക് പറയും. ബിംബാധരിയെയും ആശ്വസിപ്പിച്ച് ഞാൻ വിടയും ഉടൻ അഴകോട് വഴങ്ങിച്ച് പോന്നിതു. അവളുടെ സീതാദേവിയോട് വിട ചൊല്ലി, വിട വാങ്ങി, അവളോട് ചോദിച്ച് വിട അനുജ്ഞ വാങ്ങി, സംസ്കൃതത്തിൽ പറയും അനുജ്ഞ വാങ്ങി, വിടയും ഉടൻ അഴകൊടു വഴങ്ങിച്ച് പോന്നിതു വേഗേന. പിന്നെ അവിടുന്ന് ആ അശോകവനത്തിൽ നിന്ന് ഞാൻ വേഗം ഇവിടുന്ന് മാറി. പോന്നിതു വേഗേന. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊന്നു ചെയ്തേനാം. അതിനെ തുടർന്ന് മറ്റൊരു കാര്യവും കൂടി ഞാൻ ചെയ്തു എന്ന് പറയാണ്. പിന്നെ മറ്റൊന്നു ചെയ്തേൻ അഹം. വൈകും. തദനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നു മരുവും ദശാന്തരേ ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയുമുടനഴകൊടു വഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമോടടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേനസംഖ്യകം. അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമോടടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം. ശരി. അഖില നിശിചര കുലപതിക്ക് അഭീഷ്ടാസ്പദം ആരാമം ഒക്കെ തകർത്തേൻ അതിന് ഉടൻ പരിഭവമോടെ അടൽ കരുതി വന്ന നിശാചരപാപികളെ കൊല ചെയ്തേൻ അസംഖ്യകം. അഖില നിശിചരകുലപതി, അഖില എല്ലാ നിശിചരകുലങ്ങൾക്കും പതിയായിട്ടുള്ള രാവണനെ കുറിച്ച് പറയാണ്. അഖില നിശിചര കുലപതി, അഖില സർവ നിശിചരകുലങ്ങൾക്കും പതി നാഥനായിട്ടുള്ള രാജാവായിട്ടുള്ള രാവണൻ ഉദ്ദേശിച്ചു പറയുന്നു. അഖില നിശിചരകുലപതിക്ക് അഭീഷ്ടാസ്പദം, വളരെ ഇഷ്ടപ്പെട്ടതായ അഭീഷ്ടാസ്പദമായ ആരാമം, ആ അശോകവനത്തെ മുഴുവൻ ആരാമം ഒക്കെ തകർത്തേൻ, അത് മുഴുവൻ ഞാൻ തകർത്തു. ആരാമമൊക്കെ തകർത്തേൻ.
ഇതിന് പ്രതികാരമായിട്ട് അതിനുടൻ പരിഭവമുടെ ഇത് ഇങ്ങനെ തകർത്തത് കൊണ്ട് പ്രതികാര ബുദ്ധിയോടുകൂടി അടൽ കരുതി വന്ന, അടൽ എന്ന് പറഞ്ഞാൽ യുദ്ധം നടത്താണ്. അടൽ എന്നുള്ള വാക്കിന് യുദ്ധം, അടൽ രണ്ടർത്ഥം, യുദ്ധം നടത്താം. അടൽ കരുതി വന്ന, യുദ്ധം ചെയ്യാനൊരുങ്ങി വന്ന, യുദ്ധം ചെയ്തേക്കാമെന്ന് കരുതി എന്നെ കീഴ്പ്പെടുത്തി കളയാമെന്ന് കരുതി വന്ന നിശാചരപാപികൾ, രാക്ഷസപാപികളെയെല്ലാം കൊല ചെയ്തേൻ. അസംഖ്യകം, ഒരുപാട് നിശാചരന്മാരെ ഞാൻ കൊന്നുകളഞ്ഞു പറയുന്നു. ശരി, പറ്റും. അഖില നിശിചരകുലപതിക്കഭിഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേനതിന്നുടൻ പരിഭവമോടടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം. ദശപദന സുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചീടിനേൻ. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായാശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ദശപദന സുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചിടിനേൻ. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായാശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ദശപദന സുതനെ മുഹുഹു അക്ഷകുമാരനെ. ദശപദനൻ രാവണന്റെ പുത്രനായ പിന്നെ അക്ഷകുമാരനാണ് പിന്നെ വന്നത്. അവനെയും ദണ്ഡധരാലയത്തിന് അയച്ചീടിനെ. ദണ്ഡധരൻ യമൻ, ദണ്ഡപാണി യമനാണ്. ദണ്ഡധരാലയം യമാലയത്തിലേക്ക്, യമപുരിയിലേക്ക് അയച്ചു. എന്നർത്ഥം വധിച്ചു കളഞ്ഞു എന്നർത്ഥം. ദണ്ഡധരാലയത്തിന് അയച്ചീടിനേൻ, അക്ഷകുമാരനെ വധിച്ചു. അഥ തുടർന്ന് ഇന്ദ്രജിത്താണ് വന്നത്. ദശരഥന്റെ മറ്റൊരു പുത്രനായ ഇന്ദ്രജിത്ത് വന്നു. ദശമുഖന്റെ ആത്മജൻ. ഇവിടെ ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ച് പറയുന്നു. ദശമുഖന്റെ പുത്രന്റെ ബ്രഹ്മാസ്ത്രം, അവൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്താൽ ബദ്ധനായിട്ട്, ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഇന്ദ്രജിത്തനെ ബന്ധിച്ചു. ആ ബന്ധനത്തിൽപ്പെട്ട് ഞാൻ ആശരാധീശനെ കണ്ടു പറഞ്ഞു. ആശരാധീശൻ രാവണനെ കണ്ട് പറഞ്ഞിടിനേൻ. അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു സന്ദർഭമുണ്ടായി. കണ്ട് അവന് ഹിതമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് ആ കാര്യത്തെയും കൂടി ഇവിടെ ബോധിപ്പിച്ചു ശ്രീരാമനോട്. വായിച്ചു. ദശപദന സുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചിടിനേൻ. അഥ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായാശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദലങ്കാപുരം. പിന്നെയും ദേവിതൻ പദം വിഗത ഭയമടിജിണമണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവചരണ നളിന മധുരൈവ വന്ദിച്ചിതു. ദാസൻ ദയാനിധേ പാഹി മാം പാഹി മാം. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദലങ്കാപുരം. പിന്നെയും ദേവിതൻ പദം വിഗത ഭയമടിയിണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണ നളിന മധുനൈവ വന്ദിച്ചിതു. ദാസൻ ദയാനിധേ പാഹി മാം പാഹി മാം. ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദ ലങ്കാപുരം. ലഘുതരം അതിവേഗം നടത്താം. ലഘുതരം അതിവേഗം. ലഘു ക്ഷിപ്രം അരം ദ്രുതം എന്നൊക്കെ ഇതിന് വളരെ വേഗത്തിൽ നിന്നുള്ളതിൻ്റെ വാക്കുകളാണ് നമുക്ക്. ലഘുതരം അശേഷം ദഹിപ്പിച്ചു ദൂപത ലങ്കാപുരം. പിന്നെയും ദേവിതൻ പദം വിഗത ഭയം അടിയണ വണങ്ങി. പിന്നെയും സീതാദേവി ഒന്നുകൂടി പോയി ചെന്ന് കണ്ട് കാൽക്കൽ വീണ് വണങ്ങി വാങ്ങി പോന്ന് അവിടുന്ന് തിരിച്ചു പോന്നു. വാങ്ങുക എന്ന് പറഞ്ഞാൽ പിൻവാങ്ങുക എന്നർത്ഥം. പിൻവാങ്ങി പോന്ന് വീണ്ടും സമുദ്രവും ചാടിക്കടന്ന് ഞാൻ തവ ചരണനളിനം അധുനാ ഏവ വന്ദിച്ചിരു. തവ ചരണനളിനയുഗളം അധുനാ ഏവ. അധുനാ ഏവ, അധുന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. അധുനാ ഏവ, ഇപ്പോൾ തന്നെ വന്ദിച്ചിരു. തവ ചരണനളിനം അധുനൈവ വന്ദിച്ചിരു. ദാസൻ, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. ദയാനിധേ പാഹി മാം പാഹി മാം.
ദയാനിധേ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ആ പ്രകരണം അവസാനിപ്പിക്കുന്നു ഹനുമാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതൂപത ലങ്കാപുരം പിന്നെയും ദേവി തൻ പദം വിഗത ഭയമടിയിണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവ ചരണ നളിന മധുനൈവ വന്ദിച്ചിതു ദാസൻ ദയാനിധേ പാഹി മാം പാഹി മാം. ഇതി പവനസുതവചനമഹന്തകേത്തളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടീടിനാൻ. ഇതി പവനസുതവചനമാഹന്തകേത്തളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടീടിനാൻ. ഇതി പവനസുതവചനം അഹന്ത കേട്ടളവ് ഇന്ദിരാകാന്തൻ. ഇന്ദിരാകാന്തൻ മഹാവിഷ്ണുവാണ് ഇവിടെ ശ്രീരാമൻ ഉദ്ദേശിച്ച പ്രീതി പൂണ്ടീടിനാൻ, വളരെ സന്തുഷ്ടനായി. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചതു കേവലം സദയമുപകാരമിച്ചെയ്തതിനാദരാൽ സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ പ്രണയമനസാവകഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ. ശ്രീരാമൻ അഭിനന്ദിച്ച് പറയാണ്, ദേവന്മാർക്ക് പോലും ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് നീ ചെയ്തത്. സുരജന സുദുഷ്കരം, സുരജനം ദേവജനം, ദേവന്മാർക്ക് പോലും സുദുഷ്കരം, വളരെ ദുഷ്കരമായിട്ടുള്ള ചെയ്യാൻ എളുപ്പമല്ലാത്തൊരു കാര്യമാണ് ത്വയാകൃതം, നിന്നാൽ ചെയ്യപ്പെട്ടത്, നീ ചെയ്തത്. സുഗ്രീവനും പ്രസാദിച്ചതു കേവലം. ഇപ്പോൾ സുഗ്രീവനും വളരെ സന്തോഷമായിട്ടോ. സുഗ്രീവനും കൂടി ചേർത്ത് ശ്രീരാമൻ പറയാണ് ഇവിടെ, സുഗ്രീവനും പ്രസാദിച്ചതു കേവലം. പിന്നെ ശ്രീരാമൻ പറയുന്നു, സദയം ഉപകാരം ഈ ചെയ്തതിന് ആദരാൽ സർവസ്വവും മമ തന്നേ നിനക്കുക. എൻ്റെ സകലതും നിനക്ക് അധീനമാണ് എന്ന് പറഞ്ഞ് ഹനുമാനെ അഭിനന്ദിച്ച് പറയാണ്. സർവസ്വം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, ഞാൻ ജീവിതത്തെ അത്രയും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു, നീ ചെയ്തൊരു ഉപകാരം കൊണ്ട് എനിക്ക് അത്ര സന്തോഷമായി, എൻ്റെ സർവസ്വവും നിനക്ക് തന്നിരിക്കുന്നു ഞാൻ. വാക്കാൽ പറയാണ് അവിടെ. സദയമുപകാരമിച്ചെയ്തതിനാദരാൽ സർവസ്വവും മമ തന്നേൻ നിനക്കു ഞാൻ. സർവസ്വവും തന്നേൻ എന്ന് വാക്കാൽ പറഞ്ഞിട്ടും പിന്നെയും പറയാണ് ശ്രീരാമൻ, അതൊന്നും നീ ചെയ്ത ഉപകാരത്തിന് പകരമാവില്ലല്ലോ എന്ന് പിന്നെയും അതിനെ ഹനുമാൻ ചെയ്തതിന് പിന്നെയും പൊക്കി പറയാണ്. പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം, ഭവാൻ ചെയ്തതിൻ്റെ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ, ഈ ലോകത്തിൽ ഒരു പ്രത്യുപകാരവും അതിന് ഈടാവില്ല, അതിന് പകരമാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഹനുമാനെ പുകഴ്ത്തി പറയാണ് ശ്രീരാമൻ. ശരി, താങ്ക് യു. ഇതി പവനസുതവചനം ഇതി പവനസുതവചനമാഹന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടീടിനാൻ. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സദയമുപകാരമിച്ചെയ്തതിനാദരാൽ സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ. പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരവിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാനാദരാൽ ഉരസി മുഹുരവി മുഹുരണച്ചു പുൽകീടിനാൻ. ഓർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം, ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗക സൗഭാഗ്യമുണ്ടായടോ. പുനരവിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാനാദരാൽ ഉരസി മുഹുരവി മുഹുരണച്ചു പുൽകീടിനാൻ. ഓർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം, ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗക സൗഭാഗ്യമുണ്ടായടോ. പുനരവി പിന്നെയും രമാവരൻ, രമയുടെ വരൻ മഹാവിഷ്ണു, ഇവിടെ ശ്രീരാമൻ. രമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാൻ, ആദരാൽ മാറോട് ചേർത്തങ്ങോട്ട് അടച്ചുത്രേ. പൂർണ്ണമോദം പുണർനീടിനാൻ ആദരാൽ, ആദരാൽ എന്നുള്ള വാക്കിന് നമ്മുടെ സ്നേഹത്തോടെ നടത്താണ് അവിടെ.
ആദരാൽ വളരെ സ്നേഹത്തോടുകൂടി പൂർണ്ണമോദം പുണർന്നീടിനാൻ ആദരാൽ ഉരസി മുഹുരവി മുഹുരണച്ചു പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും മുഹുരവി മുഹു അണച്ചു മുൽകീടിനാൻ ഉരസി ഉരസി മാറോട് ചേർത്ത് വീണ്ടും വീണ്ടും അല്ലെങ്കിലും ചെയ്തു ഉരസി മുഹുരവി മുഹുരണച്ചു മുൽകീടിനാൻ എന്നിട്ട് പറയാണ് ഓർക്കടോ മാരുതപുത്ര മാരുതപുത്ര സംബോധനയാണത്. ഓർക്കടോ ഭാഗ്യോദയം എന്തൊരു ഭാഗ്യമാണ് നമുക്കുണ്ടായത് എന്ന് പറയാണ്. ഭുവനമതിൽ ഒരുവൻ ഇങ്ങനെയില്ലഹോ ഭുവനതലമതിൽ ഒരുവൻ ഇങ്ങനെ ഇല്ല അഹോ ഭുവനതലമതിൽ ഭുവനതലത്തിൽ മാത്രമേ അർത്ഥമുള്ളൂ. ഭുവനതലമതിൽ ഒരുവൻ ഇങ്ങനെ ഇതുപോലെ നിനക്ക് തുല്യനായിട്ട് ഇങ്ങനെ ഒരുത്തനും ലോകത്തീ ഭൂമിയിൽ എവിടെയും ഇല്ല കേട്ടോ. ഭുവനതലമതിൽ ഒരുവൻ ഇങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യം ഉണ്ടായടോ. പൂർണ്ണ പുണ്യൗഘം കൊണ്ടുള്ളൊരു സൗഭാഗ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. എനിക്ക് ഞാൻ എന്തോ പുണ്യം ചെയ്തിരിക്കുന്നു ധാരാളം എന്നുള്ള ഭാവത്തിൽ പറയാണ് അവർ. എന്തൊരു പുണ്യൗഘം സമൂഹാർത്ഥത്തിൽ പറയാണ്. ഒരുപാട് പുണ്യങ്ങൾ ചേർത്ത് അതുകൊണ്ടുള്ളൊരു സൗഭാഗ്യമാണ് എനിക്ക് ഇവിടെ കിട്ടിയത്, നിന്നെ എൻ്റെ കൂടെ എനിക്ക് ഇതായിട്ട് കിട്ടിയത് എന്നുള്ള ഭാവത്തിൽ പറയാണ്. പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യം ഉണ്ടായി എടോ എന്ന് ചേർത്ത് ഉണ്ടായി എടോ. ഭുവനതലമതിൽ ഒരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യം ഉണ്ടായി എടോ. പുനരപിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർന്നീടിനാനാദരാൽ ഉരസി മുഹുരവി മുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനയായ പാവനയായ കഥ എന്നാണ്. പാവനമായ കഥയാണ് നല്ലത്. മലയാളത്തിലെ രീതി അതാണ്. പാവനമായ കഥ അരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ. പരമശിവൻ പരമശിവൻ പാർവതിയോട് കഥ പറയുന്നതാണ്. നമുക്ക് ഓർമ്മ വേണം, നമ്മൾക്ക് ഉമാമഹേശ്വര സംവാദം എന്നാണ് പറയുക അധ്യാത്മ രാമായണത്തിന്. പരമശിവൻ ഇപ്രകാരം രഘുകുലാധിപന്റെ ശ്രീരാമന്റെ പാവനമായ ചരിത്രത്തെ കഥയെ അരുൾ ചെയ്തത് ഭഗവതി ഭവാനി പരമേശ്വരി കേട്ട് ഭക്തിപരവശയായി വണങ്ങിടിനാൾ എന്ന് പറഞ്ഞ് സുന്ദരകാണ്ഡത്തിലത്തെ കഥ അവിടെ പരമശിവൻ പാർവതിയോട് ഉപദേശിച്ചു എന്ന് പറയുന്നു. ഈ കഥ കിളിമകളാണ് എഴുത്തച്ഛനോട് പറയുന്നത്. എഴുത്തച്ഛൻ എഴുതിയിട്ട് നമ്മളോട് പറയുന്നു. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നത് കേട്ട് മഹാലോകരും തെളിയണമേ നമ്മളോടൊക്കെ ആ കവി വളരെ വിനയത്തോട് പറയാണ്. ഈ കിളിമകൾ ചൊന്ന ഈ കഥ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ആവർത്തിച്ചു പറഞ്ഞു. അത് കേട്ട് മാലോകരല്ല, നിങ്ങളെ മാലോകർ എന്ന് കേട്ടിട്ടില്ലേ? മാലോകർ എന്നുള്ള മഹാലോകരുടെ ചുരുക്കമാണത്, അതിൻ്റെ ദ്രാവിഡീകരണമാണത്. മഹാലോകർ എല്ലാവരും തന്നെ, മഹാജനങ്ങളെല്ലാം തെളിയണമേ, അവർക്ക് സന്തുഷ്ടിയുണ്ടാകണമേ. ഈ കഥ ഞാനിങ്ങനെ വർണ്ണിച്ചത് കേട്ട് മഹാജനങ്ങളും സന്തുഷ്ടരാകണമേ പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡം ഇവിടെ വായിച്ച് സമർപ്പിച്ചു. നമ്മൾ ഇത് പഠിച്ച് അവസാനിപ്പിച്ചു. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇത് കഴിഞ്ഞു. ശരി, ഇത് മുഴുവൻ വായിച്ചോളൂ. ഇന്നത്തെ പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ച് അവിടെ തൊട്ടാണ് വായിക്കേണ്ടത്. പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ച് അവിടെ തൊട്ട് വായിച്ചു. പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണ്ണമോദം പറഞ്ഞാനഞ്ജനാത്മജൻ. പുനരഥ
പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാനഞ്ജനാത്മജൻ കരിവിനോടു കണ്ടേനകം ദേവിയെ തത്ര കർപ്പൂരേന്ദ്രാലയെ സങ്കടമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താവതം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതര ചിക്കുരമുട ശോകവനികയിൽ ശിംശപാമൂലദേശേ വചിച്ചിടിനാൾ അനശനമുടതികൃശ ശരീരയായൻ വകാമാശനാരീ പരിവൃതയായി ശുച അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തുവാർത്തയ്യോ സദാ രാമ രാമേരി മന്ത്രവും ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം തപചരിതമൃത സമമഖിലമറിയിച്ചത തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവിരഹിതയായി മരുവും വിധോ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനോടു ജഡതി സഖ്യമുണ്ടായതും സംഗ്രന്ഥനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനായി കീശൗകമാശൂനിയുക്തമായിടിനാർ അഹമവരിൽ ഒരുവനിവിടേക്കു വന്നിടിനേൻ അർണവം ചാടിക്കടന്നതീ വിദ്രുതം രവിതനയ സജീവനഹമാശുഗാനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയെയുമിക ചെടുതി കണ്ടുകൊണ്ടേനകോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം വൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമദാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗള പദമായാതു പുണ്യവാൻ മാനവ വീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമൊടു തൊടുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറകനീയാരെന്നതെന്നൊടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതു പൊഴുതിലകതളിരിൽ അഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിൽ അതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസിദൃശി ഗളഭുവിമുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിരേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ നിശിചരികൾ അനുദിനം ഉപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽക്കെന്നു ചൊല്ലിയിടിനാൾ തപചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം വയമവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകൂലവും മുടിച്ചുടൻ സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ ദശരഥസുതന്നു വിശ്വാസാർത്ഥമായിനി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരൊരടയാള വാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയേ അതുമവനി സുതയുടകമിങ്ങനെ ചൊന്നള വാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ
കമലമുഖി കനിവിനോടു ചിത്രകൂടാചലെ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഖരനികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊല്ലുന്നു ചൊല്ലിനാൾ. തതനു പലതരമിവ പറഞ്ഞും കരഞ്ഞുമുൾ താപം കലർന്നു മരുവും ദശാന്തരേ ബഹുവിധവജോ വിഭാവേന ദുഃഖം തീർത്തു ബിംബാദരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയുമുടനഴകൊടു വഴങ്ങിച്ചു പോന്നിരു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനകം. അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേന നിന്നുടൻ പരിഭവമോടൽ കരുതി വന്ന നീശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം. ദശവദന സുതനെ മുഹുരക്ഷ കുമാരനെ ദണ്ഡധരാലയത്തിനയച്ചിടിനെ. അത ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായ ശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതൂപത ലങ്കാപുരം പിന്നെയും ദേവി തൻപദം വിഗതഭയമടീണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണ നളിന മധുനൈവ വന്ദിച്ചിതു ദാസൻ ദയാനിധേ പാഹി മാം പാഹി മാം ഇതി പവന സുതവചനമാകന്ത കേട്ടള വിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സദയമുപകാരമി ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നേ നിനക്കു ഞാൻ. പ്രണയമനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരഭിരമാവരന്മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാനാദരാൽ ഉരസി മുഹുരഭി മുഹുരണച്ചു പുൽകീടിനാൻ. ഓർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ. പൂർണ്ണ പുണ്യൗക സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകവും തെളിയണമേ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതാപതയേ നമഃ.